റോഡിൽ മാന്യമായി പെരുമാറുന്നവരുടെ എണ്ണം ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അക്ഷമയോടെ വാഹനവുമായി ഇറങ്ങി അപമര്യാദയോടെ മറ്റ് യാത്രക്കാരോട് പെരുമാറുന്നവരെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബംഗളൂരുവിൽ നിന്നുള്ള 2 സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് പോകാം. ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ്. കാറിൽ ഇടിച്ചത് ചോദ്യം ചെയ്ത യുവതിയെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്ന ബസ് ഡ്രൈവർ. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആദ്യം ആ വീഡിയോ കാണാം. என்னப்பா பண்ணாவ? കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഒരു മര്യാദയും ഇല്ലാത്ത ഒരു പെരുമാറ്റം. വാഹനം ഇടിക്കാൻ വന്നു, അത് ചോദ്യം ചെയ്തപ്പോൾ ഇടിച്ച് തെറിപ്പിക്കാൻ തന്നെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഏതുവരെ എത്തിയ കാര്യങ്ങൾ? പ്രശ്നങ്ങളൊക്കെ രമ്യമായി ഒന്ന് പരിഹരിച്ച് പോകേണ്ടിടത്ത് കൊല്ലാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനുശേഷം എന്തുണ്ടായി? തീർച്ചയായിട്ടും നമ്മൾ ഈ ബാംഗ്ലൂർ നഗരത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം എന്ന് നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ദിനംപ്രതി വരുന്ന വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിൽ നിന്ന് ചർച്ച ചെയ്തിരുന്നു. വാഹനം വെള്ളം തെറിപ്പിച്ചതിന് ഒരു യുവാവിൻ്റെ കൈ വിരൽ കടിച്ച് മുറിച്ച ഒരു വാർത്തയൊക്കെ നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ ചർച്ച ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കൂ, എത്ര ഭീകരാണ്. അതായത് ആ യുവതിയുടെ വാഹനം യുവതി കാറിൽ പോവുകയായിരുന്നു. ഈ ബസ് അലക്ഷ്യമായി ഓടിച്ച് ഈ യുവതിയുടെ കാറിന് മുട്ടി. പക്ഷേ ഈ ഡ്രൈവർക്ക് കൈ കാണിച്ചിട്ടും ഡ്രൈവർ വാഹനം നിർത്താനോ എന്ത് പറ്റിയെന്ന് നോക്കാനോ ഒന്നും ശ്രമിച്ചില്ല. തുടർന്നാണ് യുവതി തൊട്ടടുത്ത സിഗ്നലിൽ വാഹനം നിർത്തി ഈ ബസ്സിന് മുന്നിലേക്ക് വരുന്നത്. ഡ്രൈവറോട് സംസാരിച്ച് അതിനിടയിൽ അവർ തമ്മിൽ വാക്തർക്കമൊക്കെ ഉണ്ടായി. ഏതായാലും പെട്ടെന്ന് ക്രുദ്ധനായിട്ടുള്ള ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, സർക്കാർ ബസ്സിൻ്റെ ഡ്രൈവറാണ്. BMTC ബംഗളൂരു നഗരത്തിൽ സർവീസ് നടത്തുന്ന സിറ്റി സർവീസ് ബസ്സിൻ്റെ ഡ്രൈവറാണ്, സർക്കാർ ജീവനക്കാരനാണ്. അയാൾ ഇതൊന്നും നോക്കാതെ ആ യുവതിയുടെ ദേഹത്തേക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ച് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തലനാരിഴയ്ക്കാണ് ആ യുവതിക്കൊന്നും മാറാൻ പറ്റിയത്. ഏതായാലും ഡ്രൈവർ പിന്നീട് ആ യുവതി വീഴുന്നത് കണ്ടിട്ടും വണ്ടി നിർത്താനും തയ്യാറായില്ല. അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതാ ബസ്സിൻ്റെയും CCTV ക്യാമറയിൽ നിന്ന്, അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് കാറുകളിലേക്ക് CCTV ക്യാമറയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഏതായാലും ഇത് നടക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലാണെന്ന് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് കസ്തൂർബ റോഡിൽ കവൺ റോഡ് പോലീസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ് ഇങ്ങനെ ഒരു വലിയ അപകടം അല്ലെങ്കിൽ വലിയ ഒരു വധശ്രമമൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ യുവതി പരിക്കൊന്നേറ്റില്ല. തുടർന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.